കുവൈറ്റിൽ 2021 ഏപ്രിൽ മുതൽ മൂല്യവർദ്ധിത നികുതി നടപ്പാക്കാൻ സർക്കാർ തലത്തിൽ നീക്കം ആരംഭിച്ചതായി റിപ്പോർട്ട്. പുകയില ഉൽപ്പന്നങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവയ്ക്ക് 2020 ഏപ്രിൽ തുടക്കം മുതൽ നികുതി ഏർപ്പെടുത്താൻ ആലോചനയുള്ളതായും സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. മൂല്യവർദ്ധിത നികുതി നടപ്പാക്കണമെന്നത് GCC തലത്തിലെടുത്ത തീരുമാനമാണെങ്കിലും പ്രാദേശികമായ എതിർപ്പ് കാരണം കുവൈത്തിൽ വാറ്റ് ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. 2021-22 സാമ്പത്തിക വർഷം മുതൽ നടപ്പാക്കണമെന്നാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ പാർലമെന്റിന്റെ ശക്തമായ എതിർപ്പ് മറികടന്ന് വാറ്റ് നടപ്പാക്കൽ എളുപ്പമാകില്ലെന്ന സൂചനയാണ് ലഭിക്കുന്നത്. പാർലമെന്റിലെ ചർച്ചയടക്കമുള്ള ഭരണഘടനാപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി മാത്രമേ നിയമനിർമ്മാണം സാധ്യമാകൂ. സമ്പദ്ഘടന മെച്ചപ്പെടുത്തുന്നതിന് വാറ്റുൾപ്പെടെയുള്ള നടപടികൾ അനിവാര്യമാണെന്ന കാര്യം പാർലമെന്റിനെ ബോധ്യപ്പെടുത്തി സമവായത്തിലെത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സൗദിയും UAEയും കഴിഞ്ഞ വർഷം വാറ്റ് നടപ്പാക്കിയിരുന്നു. വ്യക്തമായ നിയമത്തിന്റെ പിൻബലത്തോടെയല്ലാതെ കുവൈത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നികുതി ഏർപ്പെടുത്തുകയില്ലെന്ന് ധനമന്ത്രി ഡോക്ടർ നായിഫ് അൽ ഹജ്റഫും സെൻട്രൽ ബാങ്ക് ഗവർണർ മുഹമ്മദ് അൽ ഹാഷിലും 2 മാസം മുമ്പ് വ്യക്തമാക്കിയിരുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി UAE ദേശീയ എണ്ണ കമ്പനിയായ അഡ്നോക് ദീർഘകാല വിപണന കരാർ ഒപ്പുവച്ചു. അഡ്നോക്കിന്റെ AD ബേസ് എന്ന ബേസ് ഓയിൽ ഇന്ത്യൻ വിപണിയിലേക്ക് വിതരണം ചെയ്യുന്നതിനാണ് കരാർ. ഇന്ത്യയിലെ ലൂബ്രിക്കന്റ് ഓയിൽ വിപണിയിൽ അഡ്നോക്കിന്റെ AD ബേസ് ഓയിൽ ലഭ്യത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി അഡ്നോക്ക് ദീർഘകാല കരാർ ഒപ്പിട്ടത്. ലൂബ്രിക്കന്റ് ഓയിലുകളുടെ ഏറ്റവും വലിയ വിപണികളിലൊന്നാണ് ഇന്ത്യ. ഇന്ത്യൻ വിപണിയിൽ ഗുണമേന്മയും വിശ്വാസ്യതയുമുള്ള ബേസ് ഓയിലുകൾക്ക് സാധ്യത ഏറെയാണെന്ന് അഡ്നോക്ക് അധികൃതർ പറഞ്ഞു. അഡ്നോക്കിന്റെ ഗ്രൂപ്പ് 3 വിഭാഗത്തിൽപ്പെടുന്ന ബേസ് ഓയിലാണ് AD ബേസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൂബ്രിക്കന്റ് ഓയിൽ വിതരണക്കാർ എന്ന ഖ്യാതി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ്. വർഷം 4,50,000 ടൺ ലൂബ്രിക്കന്റ് ഓയിൽ ഇന്ത്യൻ ഓയിൽ ഇന്ത്യയിൽ വിറ്റഴിക്കുന്നു എന്നാണ് കണക്ക്. ഇന്ത്യയിൽ വർഷം 2 ദശലക്ഷം ടൺ ലൂബ്രിക്കന്റ് ഓയിലാണ് ആവശ്യം വരുന്നത്. ഇതിൽ എല്ലാ വർഷവും 2.4% ആവശ്യം വർദ്ധിക്കുന്നു എന്നും കണക്കുകൾ പറയുന്നു. മീഡിയ 1 അബുദാബി. തീവ്രവാദം, രാജ്യദ്രോഹം എന്നീ കുറ്റങ്ങൾക്ക് സൗദിയിൽ 37 പേരുടെ വധശിക്ഷ നടപ്പാക്കി. രാജ്യത്തെ വിവിധ പ്രവിശ്യകളിൽ വച്ചാണ് വധശിക്ഷ നടപ്പാക്കിയത്. കുറ്റക്കാരുടെ പേര് വിവരങ്ങളും ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടു. റിയാദ്, മക്ക, മദീന, കിഴക്കൻ പ്രവിശ്യ, അൽഗസീം, അസീർ എന്നീ മേഖലകളിൽ വെച്ചാണ് വധശിക്ഷ നടപ്പാക്കിയത്. ആഭ്യന്തര മന്ത്രാലയമാണ് വിവരങ്ങൾ പുറത്തുവിട്ടത്. 37 പ്രതികളും സ്വദേശികളാണ്. തീവ്രവാദ പ്രവർത്തനം, രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി സൃഷ്ടിക്കൽ, വിഭാഗീയതയും സുരക്ഷാ പ്രശ്നവും ഇളക്കിവിടൽ, സുരക്ഷാ ഭടന്മാർക്കും കേന്ദ്രങ്ങൾക്കുമെതിരെ ബോംബാക്രമണം, സുരക്ഷാ ഭടന്മാരെ വധിക്കൽ, രാജ്യതാൽപര്യത്തിന് വിരുദ്ധമായവരുമായി ചേർന്ന് പ്രശ്നം സൃഷ്ടിക്കൽ എന്നിവയാണ് കുറ്റങ്ങൾ. 37 പ്രതികളുടെ പേര് വിവരങ്ങളും ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ അസീസ് മഹദി അല്ലമരി, ഖാലിദ് അബ്ദുൽ കരീം, അൽ തുവേജിരി എന്നിവർ കടുത്ത കുറ്റവാളികളാണെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. മീഡിയ 1 റിയാദ്. യാത്രാരേഖകൾ നഷ്ടമായതിനാൽ സൗദിയിൽ കുടുങ്ങിയ ഉംറ സംഘം കുവൈറ്റിൽ തിരിച്ചെത്തി. ഏപ്രിൽ 3-ന് ബസ് മാർഗം കുവൈറ്റിൽ നിന്ന് പോയ 52 അംഗ സംഘത്തിലെ 8 പേർ ഒഴികെയുള്ളവരാണ് ചൊവ്വാഴ്ച രാവിലെ 6 മണിക്ക് തിരിച്ചെത്തിയത്. 21 മലയാളികൾ ഉൾപ്പെടെ 43 ഇന്ത്യക്കാരും 5 ഈജിപ്തുകാരും 3 ബംഗാളികളും ഒരു പാകിസ്ഥാനിയുമാണ് തീർത്ഥാടക സംഘത്തിലുണ്ടായിരുന്നത്. പാസ്പോർട്ടുകൾ നഷ്ടമായതിനാൽ കുവൈത്തിലേക്ക് മടങ്ങാൻ സാധിക്കാതെ സൗദിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഇവർ. പാസ്പോർട്ടുകൾ അടങ്ങിയ ബാഗ് ഹോട്ടലിലെ ജീവനക്കാരൻ അബദ്ധത്തിൽ വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിച്ചതായിരുന്നു യാത്രാരേഖകൾ നഷ്ടപ്പെടാൻ കാരണമായത്. പാസ്പോർട്ടുകൾ ലഭ്യമാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് സൗദിയിലെ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്ന് നല്ല സഹകരണമാണ് ഉണ്ടായതെന്നും സാമൂഹിക സംഘടനകളും മാധ്യമങ്ങളും സഹായിച്ചതായും തിരിച്ചെത്തിയ തീർത്ഥാടകർ പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ സംഘം സൗദി കുവൈത്ത് അതിർത്തിയിലെത്തിയിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ 8 പേരുടെ എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനായില്ല. ഇതുമൂലം 20 മണിക്കൂറിലേറെ നേരം അനിശ്ചിതാവസ്ഥയിൽ കഴിയുകയായിരുന്നു. പാസ്പോർട്ടില്ലാതെ എക്സിറ്റ് പേപ്പർ മാത്രം കൈവശമുള്ള 8 പേർ പിന്നീട് മക്കയിലേക്ക് തിരിച്ചുപോയി. ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങുന്നതിനുള്ള സഹായങ്ങൾ ചെയ്യുമെന്ന് ഉംറ സർവീസ് കമ്പനി അറിയിച്ചിട്ടുണ്ട്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. വിശുദ്ധ റമദാനിൽ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകാൻ വിവിധ രാജ്യങ്ങളിലേക്ക് സൗദി അറേബ്യ ഇമാമുമാരെ അയക്കാം. സൗദി ഇസ്ലാമിക് അഫയേഴ്സ് കാൾ ആൻഡ് ഗൈഡൻസ് മന്ത്രി ഇതിനായി അംഗീകാരം നൽകി. ഇമാമുമാരുടെ നിയമനം ഇസ്ലാമിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനോടൊപ്പം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം വളർത്തുകയും ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു. വിശുദ്ധ റമദാനിലെ തറാവീഹ്, തഹജ്ജുദ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനും മുസ്ലിങ്ങൾക്ക് മതവിജ്ഞാനം നൽകുന്നതിനും വേണ്ടിയാണ് ഇമാമുമാരെ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്. 35 രാജ്യങ്ങളിലേക്കായി 70 ഇമാമുകളെ അയക്കുവാനാണ് ഇസ്ലാമിക് അഫയേഴ്സ് കാൾ ആൻഡ് ഗൈഡൻസ് മന്ത്രി അബ്ദുൽ ലത്തീഫ് അൽ ഷെയ്ഖ് അംഗീകാരം നൽകിയത്. ശരിയത്ത് കോളേജുകളിൽ നിന്നാണ് ഇമാമുമാരെ തെരഞ്ഞെടുത്തത്. മതപരമായ മികച്ച പാണ്ഡിത്യമുള്ളവരും ഖുർആൻ മനഃപ്പാടമാക്കിയവരുമാണ് ഇമാമുമാരെന്ന് മന്ത്രി പറഞ്ഞു.
ഇമാമുമാർ മുസ്ലിങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകുകയും ഇസ്ലാമിലെ യഥാർത്ഥ തത്വങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുക്കപ്പെട്ട ഇമാമുമാരുമായി ഇന്നലെ മന്ത്രി കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തിന്റെ നല്ല പ്രതിനിധികളായി മറുരാജ്യങ്ങളിൽ വർത്തിക്കണമെന്ന് മന്ത്രി ഇമാമുമാരോട് ആവശ്യപ്പെട്ടു. ഇമാമുമാർക്കായി മന്ത്രാലയം സംഘടിപ്പിച്ച പ്രത്യേക വർക്ക്ഷോപ്പിൽ വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധികളും പങ്കെടുത്തു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. ദോഹയിൽ നടക്കുന്ന ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ 3-ാം ദിനം ഇന്ത്യക്ക് നിരാശ. 2 വെള്ളി മെഡലുകളാണ് ഇന്ത്യക്കാകെ 3-ാം ദിനം ലഭിച്ചത്. മലയാളികളായ മുഹമ്മദ് അനസും വിസ്മയയും ഉൾപ്പെടെ 4x400 മീറ്റർ റിലേയിൽ ഇന്ത്യ വെള്ളി സ്വന്തമാക്കി. വിവരങ്ങളുമായി PC സൈഫുദ്ദീനുണ്ട്. ദോഹയിൽ നിന്ന് സൈഫ, 3-ാം ദിനം ഏറെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യ ട്രാക്കിലിറങ്ങിയത്. എന്താണ് സംഭവിച്ചത്? കാർത്തിക, 3-ാം ദിനം 2-ാം ദിനത്തെ പോലെ ആയില്ല. ഇന്നലെ ഇന്ത്യക്ക് 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആകെ ഇനിയിപ്പോൾ ഒറ്റ മത്സരം മാത്രമേ 3-ാം ദിനം ബാക്കിയുള്ളൂ. വനിതകളുടെ 10,000 മീറ്റർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതേ പക്ഷേ ഇന്ത്യയുടെ ശബ്ദത്തിൽ ചെറിയൊരു വ്യക്തിത്വമുണ്ട് സൈഫുദ്ദീൻ. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 3-ാം ദിനം ഇന്ത്യക്ക് നിരാശയാണ്. 2 വെള്ളി മെഡലുകൾ മാത്രമാണ് ഇന്ത്യക്കാകെ ലഭിച്ചത്. മലയാളികളായ മുഹമ്മദ് അനസും വിസ്മയും ഉൾപ്പെട്ട സംഘം 4x400 മീറ്റർ റിലേയിൽ വെള്ളി സ്വന്തമാക്കി. സേഫ് തുടരാം. കേൾക്കാമോ ഇപ്പോ? ഏഷ്യൻ അത്ലറ്റിക്സ് മീറ്റിന്റെ 3-ാം ദിനം ഇന്ത്യക്ക് തീർച്ചയായും നിരാശ മാത്രമാണ് ബാക്കി. 2 മെഡലുകളാണ് ഇന്ന് ഇന്ത്യക്ക് ആകെ നേടാനായത്. പക്ഷേ ആ രണ്ട് മെഡലുകളും വെള്ളിയാണ്. അതിൽ ഒന്നിൽ മലയാളികളുടെ പങ്കാളിത്തമുണ്ട് എന്നത് തീർച്ചയായും കേരളത്തിന് അഭിമാനിക്കാവുന്നത് തന്നെയാണ്. മിക്സഡ് വിഭാഗം റിലേയിൽ മലയാളി താരങ്ങളായ മുഹമ്മദ് അനസും വിസ്മയും ഉൾപ്പെട്ട ഇന്ത്യയുടെ സംഘമാണ് വെള്ളി നേടിയത്. അരോക്യ രാജീവും പൂവമ്മയുമായിരുന്നു മിക്സഡ് റിലേയിൽ മുഹമ്മദ് അനസിനെയും വിസ്മയെയും കൂടാതെ ഓടിയത്. ഒരുപക്ഷെ അവസാന സെക്കൻഡുകൾ വരെ അവസാനത്തെ ലാപ്പ് വരെ ഇന്ത്യ ആയിരുന്നു ആ റിലേയിൽ മുന്നിൽ. എല്ലാവരും സ്വർണം ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ അവസാനത്തെ സെക്കൻഡുകളിൽ മാത്രമാണ് ഇന്ത്യക്ക് അതിൽ സ്വർണം നഷ്ടപ്പെട്ടത്. എന്തായാലും അതിലൂടെ മലയാളികൾക്ക് അഭിമാനിക്കാൻ ഒരു വെള്ളി ഇന്ന് ലഭിച്ചു. മറ്റൊരു വെള്ളി മെഡൽ ഇന്ന് ഇന്ത്യക്ക് ലഭിച്ചത് ഹെപ്റ്റാത്തലിലൂടെയാണ്. ഹെപ്റ്റാത്തലിനിൽ സ്വപ്ന ബർമനാണ് ഇന്ത്യക്ക് വേണ്ടി ഇന്ന് വെള്ളി നേടിയത്. ഇന്ന് ആകെ 5 ഫൈനലുകളാണ് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ നടന്നത്. അതിൽ ഒരുപക്ഷെ 4x100 മീറ്റർ റിലേയിൽ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലും കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിലുമെല്ലാം 4x100 മീറ്റർ റിലേയിൽ ഇന്ത്യ സ്വർണം നേടിയതാണ്. മികച്ച ഫോമിലുള്ള ജിൻസൺ ജോൺസണും മുഹമ്മദ് അനസ് യഹ്യയും എല്ലാം അതിൽ ഓടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ത്യക്ക് 4-ാം സ്ഥാനത്ത് മാത്രമാണ് ഫിനിഷ് ചെയ്യാനായത്. പിന്നീട് ഇന്ത്യക്ക് പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു ഇനം തീർച്ചയായും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 10,000 മീറ്ററാണ്. അതിൽ ഇന്ത്യയുടെ സഞ്ജീവനി ജാദവ് 3-ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും സഞ്ജീവനിക്ക് ഇനി അധികം ദൂരമില്ല. സഞ്ജീവനി 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും മെഡൽ പട്ടികയിൽ ഇപ്പോഴും ഇന്ത്യ 3-ാം സ്ഥാനത്ത് തന്നെയുണ്ട്. 1-ാം സ്ഥാനത്ത് ചൈനയാണ്, 2-ാം സ്ഥാനത്ത് ജപ്പാനാണ്, 3-ാം സ്ഥാനത്താണ് ഇന്ത്യ ഇപ്പോൾ ഉള്ളത്. ഇനി നാളെ അവസാന ദിനമാണ്. നാളെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്രയധികം പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഇനങ്ങളാണുള്ളത്. എന്തായാലും കഴിഞ്ഞ ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും ഈ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വലിയ നിരാശയാണ് ദോഹയിൽ ഇന്ത്യ ബാക്കിയാക്കിയത് എന്ന് തന്നെ പറയേണ്ടി വരും. ഭുവനേശ്വറിൽ നടന്ന കഴിഞ്ഞ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയായിരുന്നു ചാമ്പ്യന്മാർ. നിലവിലെ ചാമ്പ്യന്മാർ എന്ന പകിട്ടോടുകൂടിയാണ് ഇന്ത്യൻ ടീം ദോഹയിലേക്ക് എത്തിയത്. അവിടെ പക്ഷേ പരിക്ക്, ഇന്ത്യയുടെ ഹിമാദാസ് ഉൾപ്പെടെയുള്ള മുൻനിര താരങ്ങളുടെ പരിക്ക് ഇന്ത്യക്ക് തലവേദനയായിരുന്നു. എങ്കിൽ പോലും ഇന്ത്യ വലിയ മെഡലുകൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അഞ്ജു ബോബി ജോർജുമായി നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. ഭുവനേശ്വറിലെ പോലെയല്ല, കടുത്ത മത്സരമാണ്, ടൈറ്റ് കോമ്പറ്റീഷനാണ് എല്ലാ ഐറ്റത്തിലും ദോഹയിലുള്ളത്. ഒരുപക്ഷെ ചൈന, ജപ്പാൻ താരങ്ങളെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കാഴ്ചയുണ്ട്. എന്തായാലും ഭുവനേശ്വറുമായി താരതമ്യം ചെയ്യുമ്പോൾ ദോഹയിൽ മികച്ച പ്രകടനം ഇന്ത്യക്ക് കാഴ്ചവെക്കാനാകുന്നില്ല എന്നത് നിരാശ സമ്മാനിക്കുന്ന വാർത്തയാണ്. ശരി, സൈഫുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. ദോഹയിൽ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് പുരോഗമിക്കുകയാണ്. ഇന്ത്യ 3-ാം സ്ഥാനത്ത് തുടരുന്നു.
അറബിക്കടലിൽ ഭൂചലനമുണ്ടായതായി സുൽത്താൻ ഖാബൂസ് സർവകലാശാലയിലെ ഭൂചലന നിരീക്ഷണ കേന്ദ്രം. പുലർച്ചെ 4:36-നാണ് റിക്ടർ സ്കെയിലിൽ 5 രേഖപ്പെടുത്തിയ ഭൂചലനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അറേബ്യൻ ആഫ്രിക്കൻ ഭൗമാന്തര ഫലകങ്ങളെ ഇന്ത്യൻ ഫലകത്തിൽ നിന്ന് വേർതിരിക്കുന്ന ഓവൻ ഫ്രാക്ചർ സോണിലാണ് ഭൂചലനം ഉണ്ടായത്. 10 കിലോമീറ്റർ ആഴത്തിലുണ്ടായ ഭൂചലനത്തിന്റെ ഫലമായി സുനാമിക്ക് സാധ്യതയില്ലെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ പൊതു അതോറിറ്റി അറിയിച്ചു. ഒമാനിലെ ഇബ്ര ഇന്ത്യൻ സ്കൂളിന്റെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ നടക്കും. പുതിയ കെട്ടിട സമുച്ചയത്തിൽ 40 സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് ഉള്ളത്. 2 ഷിഫ്റ്റിലായി നടന്നിരുന്ന സ്കൂളിന്റെ പ്രവർത്തനം ഒറ്റ ഷിഫ്റ്റിലേക്ക് മാറ്റുന്നതിനും പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ പൂർത്തീകരണം സഹായകമാകും. മികച്ച സൗകര്യങ്ങളോടെയുള്ള സയൻസ്, കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി, ഓഡിറ്റോറിയം തുടങ്ങി വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാനുഭവം ഒരുക്കുന്നതിനുള്ള സൗകര്യങ്ങളോടെയാണ് കെട്ടിടം പൂർത്തീകരിച്ചിരിക്കുന്നത്. വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ വടക്കൻ ഷെർഗിയ ഗവർണർ ഷൈഖ് യഹ്യ ബിൻ ഹമൂദ് അൽ അംരി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ത്യൻ സ്കൂൾ ഇബ്രയുടെ പുതിയ കെട്ടിടത്തിൽ 40ഓളം ക്ലാസ് മുറികളും ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും പ്രത്യേകം ലാബുകളും സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം കമ്പ്യൂട്ടർ ലാബുകളും ഒരു ലൈബ്രറിയും ഒരു മൾട്ടിപർപ്പസ് ഹാളുമുണ്ട്. ഉദ്ഘാടനത്തെ തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഹമൂദ് കൽഫാൻ അൽ ഹാർത്തി, ഇന്ത്യൻ അംബാസിഡർ മുനു മഹാവർ, ഷൈഖ് സൈഫ് ബിൻ ഹാഷിൽ റാഷിദ് മിസ്കരി, വിവിധ വാലിമാർ, അൽ ഷർഗിയ സർവകലാശാല വൈസ് ചാൻസലർ തുടങ്ങിയ വിശിഷ്ട വ്യക്തികളും പങ്കെടുക്കും. ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഡോക്ടർ ബേബി സാം സാമുവൽ, വൈസ് ചെയർമാൻ ഡോക്ടർ CM നജീബ്, സ്കൂളിന്റെ ചുമതലയുള്ള ഡയറക്ടർ ബോർഡ് അംഗം സിറാജുദ്ദീൻ ഏലാട്ട് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കും. മീഡിയ 1 മസ്കത്ത്. മലയാളം മിഷൻ അബുദാബിയുടെ സൗജന്യ മലയാളം പഠന ക്ലാസ് പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനം പ്രവേശനോത്സവം എന്ന പേരിൽ നടന്നു. സഫറുള്ള പാലപ്പെട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സമ്മേളനം AK ബീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. PK ജയരാജൻ, പുന്നൂസ് ചാക്കോ, അരുൺകുമാർ, AP അനിൽകുമാർ എന്നിവർ ആശംസ നേർന്നു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. അബുദാബി രാമന്തളി മുസ്ലിം യൂത്ത് സെന്റർ, രാമന്തളി ശാഖ, മുസ്ലിം ലീഗ് കമ്മിറ്റി എന്നിവ നിർമ്മിച്ച 5ാമത് ബൈറുത്തുമ്മ വഹ്സദിയുടെ താൽക്കോൽ ദാനവും സ്നേഹസംഗമവും നടന്നു. അബുദാബിയിൽ നടന്ന ചടങ്ങ് കരപ്പാത്ത് ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. UN സക്കരിയ, U അബ്ദുള്ള, ഫറൂഖി, അബൂബക്കർ കുറ്റിക്കോൽ എന്നിവർ ചേർന്ന് താക്കോൽ കൈമാറി. അലി അൽ ജാബരി, സുൽത്താൻ അൽ ജാബരി, മോണങ്ങാട് അബ്ദുൽ ഖാദർ എന്നിവരും സംസാരിച്ചു. കൊണ്ടോട്ടി EMEA ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ EMEA ഹോസ ജിദ്ദയിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ഹോസ നൈറ്റ് 2019 എന്ന പേരിൽ നടന്ന പരിപാടി വിവിധ കലാകായിക പ്രകടനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. സ്ത്രീകൾക്ക് പായസ പാചക മത്സരവും ഉണ്ടായിരുന്നു. കബീർ കൊണ്ടോട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. PK സിറാജുദ്ദീൻ, ജംഷാദ് ഷാനു, KNA ലത്തീഫ് തുടങ്ങിയവരും സംസാരിച്ചു. ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ പാരന്റ്സ് ഫോറത്തിന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് മുഹമ്മദ് ബൈജു, ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, ട്രഷറർ ഷജീർ അബ്ദുൽ ഖാദർ എന്നിവരെയാണ് പുതുതായി തിരഞ്ഞെടുത്തത്. 30 അംഗ എക്സിക്യൂട്ടീവിൽ നിന്നും ഐക്യകണ്ഠേനയാണ് പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുത്തത്. വിവിധ സബ് കമ്മിറ്റി കൺവീനർമാരെയും 5 ഉപദേശക സമിതി അംഗങ്ങളെയും നിശ്ചയിച്ചിട്ടുണ്ട്. ജിദ്ദയിൽ നാനോ ക്രിക്കറ്റ് ടൂർണമെന്റ് വരുന്നു. ഈ മാസം 26 മുതൽ ഷബാബിയ ഗ്രൗണ്ടിൽ നടക്കുന്ന ആബിർ ബാഗ്ഡി നാനോ ക്രിക്കറ്റ് ലീഗിൽ 12 ടീമുകൾ പങ്കെടുക്കും. ടൂർണമെന്റ് ഫിക്സർ പ്രകാശനം കഴിഞ്ഞ ദിവസം നടന്നു. ടീം ക്യാപ്റ്റന്മാരും മറ്റും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ടൂർണമെന്റിൽ ആകെ 15 മത്സരങ്ങളാണ് ഉണ്ടാവുക. 5 പന്തുകൾ വീതമുള്ള 5 ഓവറുകളിലായിരിക്കും മത്സരം. ഉച്ചയ്ക്ക് 3 മണി മുതൽ മത്സരങ്ങൾ ആരംഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കഴിഞ്ഞ 10 വർഷമായി നാട്ടിൽ പോകാൻ കഴിയാതെ വിഷമിച്ച മലയാളിക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള വഴി തെളിഞ്ഞു. കൊല്ലം തേവലക്കര സ്വദേശി സുലൈമാനാണ് നാടണയാനുള്ള രേഖകൾ ശരിയാക്കി കിട്ടിയത്. 3 വർഷത്തോളമായി ഒരു ഫ്ളാറ്റിന്റെ ടെറസിലായിരുന്നു സുലൈമാൻ എന്ന ഈ പ്രവാസിയുടെ അന്തിയുറക്കം. വിസയോ പാസ്പോർട്ടോ പോലുമില്ലാതെ 10 വർഷക്കാലത്തെ ദുരിതമയമായ ഗൾഫ് ജീവിതം തള്ളി നീക്കിയ മനുഷ്യൻ. ഒരു കൂട്ടം സുമനസ്സുകളുടെ സഹായം ലഭിച്ചതോടെ തേവലക്കര പാലക്കൽ പഴിഞ്ഞിക്കിഴക്കര വീട്ടിൽ സുലൈമാന്റെ കണ്ണുകളിലിപ്പോൾ പുതിയ പ്രതീക്ഷകളുടെ തിളക്കമാണ്. ഇവിടെ വന്നിട്ട് 10 വർഷമായി. കുറച്ച് നാളൊക്കെ പണിയൊക്കെ ഉണ്ടായിരുന്നു. പണിയൊന്നും ഇല്ലാതായി ഒരു ദർസിൻ്റെ മേളിൽ കിടന്നുറങ്ങി. അതും കുറച്ച് ദിവസമൊന്നുമില്ല, വർഷങ്ങളോ കിടന്നുറങ്ങേണ്ട വന്ന്. ആരും നോക്കാനില്ലെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ നല്ല മനസ്സുള്ള കുറച്ച് ആൾക്കാരുടെ മനസ്സുകൊണ്ട് ഞാൻ വെളിയിൽ വരികയും അവരെന്നെ കണ്ടെത്തുകയും പുറം ലോകത്ത് അറിയിപ്പിക്കുകയും ചെയ്തു.
എനിക്കിനി നാട്ടിൽ പോകണം. KMCC പ്രവർത്തകരായ ബാദുഷാ, നവാസ് കുണ്ടറ എന്നിവരടക്കമുള്ള സാമൂഹിക പ്രവർത്തകർ ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ ഏകോപിപ്പിച്ചു. വിവിധ മന്ത്രാലയങ്ങൾ, LMRA, ഇമിഗ്രേഷൻ, ഇന്ത്യൻ എംബസി ഇവരെല്ലാവരും തന്നെ വളരെ നല്ല രീതിയിലുള്ള സഹകരണവും ഇന്ത്യൻ എംബസിയിൽ നിന്ന് ഔട്ട് പാസും ടിക്കറ്റും ഇൻഷാ അല്ലാഹ് നാളെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ എത്രയും പെട്ടെന്ന് അയക്കണം. അതോടൊപ്പം തന്നെ ഇത് നാട്ടിലെ അവസ്ഥ, ഒരു തുണ്ട് ഭൂമി പോലും, സ്വന്തമായിട്ടൊരു കിടപ്പാടം പോലും ഇല്ല. പ്രായമായിട്ടുള്ള മാതാവ് ഉൾപ്പെടെയുള്ളവർ വാടക കെട്ടിടത്തിലാണ്. ഉദാരമതികളുടെ സഹായം തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അനിവാര്യമാണ്. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ഖത്തറിലെ കൊടുവള്ളി പ്രവാസി കൂട്ടായ്മയായ KNRI സംഘടിപ്പിക്കുന്ന രണ്ടാമത് കൊടുവള്ളി സൂപ്പർ ലീഗ് 5 ഫുട്ബോൾ ടൂർണമെന്റ് അടുത്ത വെള്ളിയാഴ്ച നടക്കും. കൊടുവള്ളിയിലെയും സമീപ പ്രദേശങ്ങളിലെയും 12 ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുക. ദോഹ സ്പോർട്സ് ക്ലബ്ബിൽ വെച്ചാണ് ടൂർണമെന്റ് നടക്കുക. കൊടുവള്ളിയിലെ തണൽ ഡയാലിസിസ് സെന്ററിന്റെ നടത്തിപ്പിനായുള്ള ധനസമാഹരണം ലക്ഷ്യമിട്ടാണ് KNRI 5 ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 26 വെള്ളിയാഴ്ച 3 മണി മുതൽ ദോഹ അൽ അറബി സ്പോർട്സ് ക്ലബ്ബിൽ വെച്ചാണ് ടൂർണമെന്റ് നടക്കുക. കൊടുവള്ളിയിലെയും സമീപ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 12 ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുക. ജേതാക്കൾക്ക് 5001 റിയാലും റണ്ണേഴ്സ് അപ്പിന് 3001 റിയാലും സമ്മാന തുകയായി നൽകും. ദോഹയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുഖ്യരക്ഷാധികാരി ബഷീർ ഖാൻ ടൂർണമെന്റിന്റെ ഫ്ലെയർ പ്രകാശനം നിർവഹിച്ചു. കോംടെക് ഡയറക്ടർ അഹമ്മദ് നസീഫ്, BT ഫൈസൽ, NP ഷിറാസ്, PC ഷരീഫ്, സക്കീർ വലിയാല തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളിയാഴ്ച നടക്കുന്ന സമാപന ചടങ്ങിൽ ഖത്തറിലെ പ്രവാസി സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മീഡിയ 1, ദോഹ.